അജ്ഞാതൻ്റെ സാന്നിധ്യം എപ്പോഴും ഒരു വലിയ ചർച്ചാ വിഷയമാണ്. ഈ ലോകത്തെമ്പാടും അജ്ഞാതൻ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചില ഓപ്പറേഷൻസ് നടത്തുക? ഇതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ ഈ അജ്ഞാതനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വലിയ ആവേശമാണ്. അജ്ഞാതനെ കുറിച്ച് പറയുന്ന വീഡിയോകളൊക്കെ 10,000-കണക്കിന് ആളുകൾ കാണും. ഇന്നിപ്പോൾ അജ്ഞാതൻ നടത്തിയ ഒരു ഓപ്പറേഷൻ പാകിസ്ഥാനിൽ ഒരു ജയ്ഷെ മുഹമ്മദിൻ്റെ ടോപ്പ് ബാർ, അതുമാത്രമല്ല ഗസ്വ ഇ ഹിന്ദ് എന്നൊരു സംഭവമുണ്ട്, അറിയാം, ഇന്ത്യയെ ഇസ്ലാം രാജ്യമാക്കുക. ഗസ്വ ഇ ഹിന്ദ് അത് അവരുടെ മറ്റേ ഹദീസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഖുറാനും തുല്യമാണല്ലോ, ഖുറാനുമായി ചേർന്ന് നിൽക്കുന്ന സംഭവമാണ് ഈ ഹദീസ് എന്ന് പറയുന്നത്. ഹദീസിൽ ഗസ്വ ഹി ഹിന്ദ് എന്ന പദ്ധതി പ്രകാരം ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ ഇസ്ലാം വൽക്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് സ്വർഗം കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ആളുകൾ ഇസ്ലാമിക രാജ്യം ഇന്ത്യയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകനായ മൗലാന അബ്ദുൽ അസീസ് ഇസാറിനെ ഇന്നലെ ആരോ തട്ടിയിട്ടുണ്ട്. അതിൻ്റെ കഥ പറയാം. അതിനു മുമ്പ് സിനു ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അജ്ഞാതൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിരന്തരം ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ കാലപുരിക്ക് പോകുന്നത്, അജ്ഞാതൻ വഴി പോകുന്നത് പാകിസ്ഥാനിലാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ മിലിറ്ററി ഇൻ്റലിജൻസ് ISIയും ചേർന്ന് ഈ അജ്ഞാതനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പഠിച്ചിട്ട് അവർ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അജ്ഞാതൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, ആരാണ് ഈ അജ്ഞാതൻ ആരാണെന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. ഇന്ത്യയാണ് അജ്ഞാതൻ്റെ പിന്നിൽ. അങ്ങനെ ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ പറയാം. അത് രസകരമായ കാര്യമാണ്. എങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്ത്, അമേരിക്കയിലും കാനഡയിലും പാകിസ്ഥാനിലും ഇന്ത്യയുടെ ശത്രുക്കൾ എവിടെയുണ്ടോ അവർ പുറത്തിറങ്ങിയാൽ നോക്കിയിരുന്ന് അജ്ഞാതൻ പൂശിക്കളയും. അപ്പോൾ പാകിസ്ഥാൻ എപ്പോഴും പറയുന്നത് അത് ചെയ്യുന്ന റോയാണെന്നാണ്. ശരിയായിരിക്കും. അത് വരാം, ഞാൻ അതിനെക്കുറിച്ച് പറയാം. ആ റിപ്പോർട്ടിലേക്ക് വരാം. അതിന് മുമ്പ് ഇന്നലെ തീർന്ന അജ്ഞാതനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ പോരെ. അപ്പോൾ ഗസ്വ ഇ ഹിന്ദ് എന്ന് പറയുന്ന പദ്ധതി, ഇന്ത്യയെ ഇസ്ലാം വൽക്കരിക്കുക എന്ന പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രചാരകനായ ജയ്ഷെ മുഹമ്മദിൻ്റെ വാക്കിൻ്റെ അർത്ഥം മുഹമ്മദിൻ്റെ പടയാളികൾ എന്നാണ്. അപ്പോൾ ആ പടയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ മൗലാന അബ്ദുൽ അസീസ് ഇസാറിനെയാണ് ഇന്നലെ കൊലപ്പെടുത്തിയതല്ല, പാകിസ്ഥാൻ പറയുന്ന പുള്ളിക്ക് അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നിട്ട് പുള്ളി അങ്ങ് കാഞ്ഞുപോയി എന്നാണ് ഇവർ എന്തു പറയുന്നത്. ടെലഗ്രാമിലൂടെ ഒരു മെസ്സേജ് ഇട്ട് നമ്മുടെ നേതാവ് നെഞ്ചുവേദന വന്ന് കാഞ്ഞു പോയിരിക്കുന്നു, എല്ലാവരും അനുശോചനം രേഖപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ് ഈ ജയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന ബഹവൽപൂർ, നമ്മൾ മിസൈലാക്രമണം നടത്തിയ ബഹവൽപൂരിലെ ശ്മശാനത്തിൽ ഇന്നലെ അടക്കി. അതാണ് സംഭവം. പെട്ടെന്ന് പുള്ളിക്ക് ഉണ്ടിരുന്ന നായർക്കൊരു ഉൾവിളി എന്ന് പറയുന്ന പോലെ ചുമ്മാ പാട്ടും പാടി ഇന്ത്യയെ ഇസ്ലാം വൽക്കരിക്കണം, ഈ കാഫറുകളായ ഹിന്ദുക്കളെ മുഴുവൻ തട്ടണം എന്നൊക്കെ പറഞ്ഞു നടന്ന മൗലാന അബ്ദുൽ അസീസ് ഇസാർ അങ്ങ് നെഞ്ചുവേദന വന്ന് തട്ടിപ്പോയി. ശരി, അപ്പോൾ ഈ ചങ്ങാതി ആരാണെന്ന് അറിയിക്കണം. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയില്ലേ? ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ നമ്മൾ കുറേ ഭീകരന്മാരെ നമ്മൾ ഉന്നം വെച്ചു. അവന്മാരുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഈ ബഹവൽപൂരിലെ ഇവരുടെ മർക്കസിലെ ശ്മശാനത്തിലാണ് ഇന്നലെ ഇയാളെ അടക്കിയത്. മർക്കസൊക്കെ തകർത്തു. മർക്കസ് ഉൾപ്പെടെ നമ്മൾ ഉന്നം വെച്ച കൂട്ടത്തിൽ ചില കൊടും ഭീകരന്മാരെ നമ്മൾ ടാർഗറ്റ് ചെയ്താണ് ഈ സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്തത്. അക്കൂട്ടത്തിൽ മൗലാന അബ്ദുൽ അസീസ് ഇസാറിനും ഉണ്ടായിരുന്നു. നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഈ ചങ്ങായി അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അത് കാരണം രക്ഷപ്പെട്ടു. അപ്പം നമ്മുടെ ലിസ്റ്റിൽ ഒരാൾ തട്ടിപ്പോവാതെ ബാക്കിയുണ്ടായിരുന്നു. ആ ആളാണ് ഇന്നലെ അറ്റാക്ക് വന്ന് അജ്ഞാതനെ വെടിവെക്കും മുമ്പ് പുള്ളിക്ക് അറ്റാക്ക് വന്ന് അത്താണോന്ന് അറിയത്തില്ല, കാഞ്ഞുപോയി. പക്ഷെ ചെറിയ പുള്ളിയൊന്നും അല്ല കേട്ടോ. കാരണം ഇദ്ദേഹം ഒരു മാസം മുമ്പ് ഒരു പ്രസംഗം നടത്തിയിരുന്നു. ഇന്ത്യ കാഫറുകളുടെ രാജ്യമാണ്, ഈ കാഫറുകളെ മുഴുവൻ നമ്മൾ കൊല്ലും. എവിടുത്തെ? ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ സിനുവും ഞാനും ഇത് കേൾക്കുന്ന പ്രേക്ഷകരും ഉൾപ്പെടെയുള്ള സകല എണ്ണത്തിനെയും ഞങ്ങൾ കൊല്ലും. എന്നിട്ട് ഇന്ത്യയെ പീസ് ആക്കും. അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചിട്ട് പീസായിട്ട് ഇന്ത്യയെ മുറിക്കും എന്ന് റാലിയിൽ പറഞ്ഞിട്ട് പറഞ്ഞു. കാശ്മീർ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ വീരപുത്രനായിരുന്നു മൗലാന അബ്ദുൽ അസീസ് ഇസാർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയപ്പോൾ ഇയാൾ വീണ്ടും ഒരു യോഗത്തിൽ പ്രസംഗിച്ചു. ഇന്ത്യ കളിക്കരുത്, നിൻ്റെ പട്ടാളം ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ മുജാഹിദിനുകളെ അങ്ങോട്ട് അയക്കുന്നുണ്ട്, വരുന്നുണ്ട് മുജാഹിദിന്, വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർ, ഓർക്കുന്നില്ലേ? അതുപോലെ പറഞ്ഞു, വരുന്നുണ്ടടാ മുജാഹിദിനുകൾ അങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് തടയാമെങ്കിൽ ഒന്ന് തടഞ്ഞു നോക്കൂ. ഹിന്ദുസ്ഥാനികളെ, നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ നിന്നും കാശ്മീരിനെ ഞങ്ങൾ പിടിച്ചെടുക്കും. ഇന്ത്യക്ക് സോവിയറ്റ് യൂണിയൻ്റെ ഗതി വരും. സോവിയറ്റ് യൂണിയൻ എന്താ പറ്റിയപ്പോൾ അവിടുത്തെ പല സ്റ്റേറ്റുകൾ വിഘടിച്ച് പല രാജ്യങ്ങളായി പോയതുപോലെ ഇന്ത്യ സോവിയറ്റ് യൂണിയനെ പോലെ ചിതറിപ്പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആരും ഭയപ്പെടേണ്ട, പാകിസ്ഥാനികളൊന്നും ഭയപ്പെടേണ്ട, നമ്മൾ ഗസ്വ ഇ ഹിന്ദ് നടപ്പാക്കും എന്ന് പറഞ്ഞാൽ
ഇന്ത്യയെ വിഘടിക്കും. വിഘടിക്കുന്നല്ല, ഇന്ത്യ ഇസ്ലാം വൽക്കരിക്കും. കാഫറുകളെ മുഴുവൻ പൊന്നാനി കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ തല വെട്ടിയിട്ട് എന്താണെങ്കിലും വെട്ടും. എവിടെ വെട്ടും എന്നുള്ളതാണ് പ്രശ്നം. വെട്ടി ഞങ്ങൾ എന്താക്കും? ഇന്ത്യയെ ഇസ്ലാം രാജ്യമാക്കും. ഇത് ഈ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാമാണിക ഗ്രന്ഥങ്ങളോ, ഖുറാൻ പോലെ തന്നെ, ഖുറാനുമായി ബന്ധപ്പെട്ടതോ എനിക്കറിയില്ല, വിവരക്കേട് നമ്മൾ പറഞ്ഞു ശരി, പക്ഷേ ഖുറാൻ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഹദീസുകൾ എന്ന് എനിക്കറിയാം. ആ ഹദീസിൽ പറയുന്നതാണ് അസ്വാഹി ഹിന്ദ്, ഇന്ത്യയെ ഇസ്ലാം രാജ്യമാക്കണം. ഈ ഹദീസുകൾ, ഖുറാൻ എന്ന് പറയുന്ന ഇവരുടെ വിശുദ്ധ പുസ്തകവും എല്ലാം ഇസ്ലാമിക മതവിശ്വാസികളും അംഗീകരിക്കേണ്ടതുമാണ്. അവരതനുസരിച്ച് വേണം ജീവിക്കാൻ. അതിലൊന്നാണ് ഗസ്വ ഈ ഹിന്ദ് എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളുടെയും പരമമായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്ത്? ഇന്ത്യയെ നശിപ്പിക്കുക, ഇസ്ലാം രാജ്യമാക്കുക. ഇതിപ്പോൾ ഇസ്ലാം രാജ്യമായ ഇന്ത്യ നശിക്കുക. അത് ശരി, ആ വ്യാഖ്യാനം ഞാൻ ഓർത്തില്ല. അപ്പം അതാണ് അവരുടെ ലക്ഷ്യം. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകൻ, പ്രീച്ചറായിരുന്നു മൗലാന അബ്ദുൽ അസീസ് ഇസാഖ്. അപ്പോൾ ഇന്നലെ ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരാളൊരു വാട്സാപ്പിലൊരു മെസ്സേജ് അയച്ചു. അല്ല, ഇന്നലെ നിങ്ങൾ ABC-യിലൊരു വീഡിയോ ചെയ്തില്ലേ, ഈ സബർമതി സെൻട്രൽ ജയിലിൽ കിടക്കുന്ന നമ്മുടെ ബിഷ്ണോയ്ക്ക്, ലോറൻസ് ബിഷ്ണോയ്ക്ക് ഒരു ഓസ്ട്രേലിയയിൽ നിന്നൊരു പാഴ്സൽ വന്നു. ആ പാഴ്സലിനകത്ത് ഉണ്ടായിരുന്നത്, പാഴ്സലിൻ്റെ അഡ്രസ്സ് വന്ദന എന്ന പേരിൽ ഓസ്ട്രേലിയയിൽ നിന്ന് അയച്ചതാണ്. പാഴ്സൽ തുറന്നപ്പോൾ അതിനകത്തൊരു ഒരു വെള്ള കൈലേസ്, പിന്നെ ഒരു റേസർ, ഷേവ് ചെയ്യുന്ന റേസറാണ് ഉണ്ടായിരുന്നത്. ഇത് രണ്ടും കൂടെ അതേക്കുറിച്ച് IBയും റോയും ഒക്കെ അന്വേഷിക്കുന്നു. ഇതെന്തെങ്കിലും കോഡാണോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഈ റേസർ അയച്ചു, ഈസർ പോയി. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയെന്ന് പറഞ്ഞു. ലോജിക്കലി ആലോചിക്കുമ്പോൾ റേസർ, ഈസറിനെ എവിടെ തട്ടി? പാകിസ്ഥാനിൽ തട്ടി. അത് തട്ടി റെഡിയാക്കി ബിഷ്ണോയുടെ ഉത്തരവ് നടപ്പാക്കി എന്ന് ഉള്ള ഒരു സൂചനയായിട്ട് ഒരു ദിവസം മുമ്പേ റേസർ അയച്ചു കൊടുത്തതാണോ? അത് കിട്ടുമ്പോൾ ബിഷ്ണോയ്ക്ക് മനസ്സിലാവും ഈസറിൻ്റെ കാര്യം തീരുമാനമായി എന്നാണോ എന്നറിയില്ല. അങ്ങനെ സംശയിച്ചുകൊണ്ട് നമ്മുടെ ഒരു പ്രേക്ഷകർ ഒരു കത്ത് അയച്ചിരുന്നു. ഏതായാലും അതൊരു കോൺസ്പിറസി തിയറിയാണ്. ഈസറിനെ തട്ടി എന്നതിൻ്റെ അടയാളമായിട്ടാണോ അറിയിപ്പായിട്ടാണോ ഈ റേസർ കൊറിയറിൽ വന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ഒരു സാധ്യത ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാണിച്ച് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇപ്പോൾ ഇന്ത്യയുടെ ശത്രുക്കളായിട്ടുള്ള 27-28 ആളുകളെ ഇതുവരെ അജ്ഞാതം തീർത്തിട്ടുണ്ട്. അവരുടെ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റ് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. എന്നാലും വേറെ കാര്യം ചെയ്യാം. ഇതിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ വല്ലാതെ ഭയന്നു. പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്നത്. പാകിസ്ഥാനിൻ്റെ ഒരു ബ്രിഗേഡിയർ കാറിൽ പോകുമ്പോൾ ബൈക്കിൽ വന്ന ആളുകൾ തടഞ്ഞു നിർത്തി. എന്നിട്ട് അയാളുടെ ഭാര്യയോടും മക്കളോടും ഇറങ്ങാൻ പറഞ്ഞു. ബ്രിഗേഡിയറെ, അയാളുടെ സെക്യൂരിറ്റി ഗാർഡിനെ മാത്രം വെടിവെച്ച് വന്നു. അവർ ബൈക്ക് ഓടിച്ചു പോയി. അപ്പോൾ നല്ല അജ്ഞാതനം കേട്ടോ. ഭാര്യയും പിള്ളേരൊന്നും ചെയ്തില്ല. ടാർഗറ്റ് ചെയ്തവരെ മാത്രമേ. പാകിസ്ഥാനികളാണ് അങ്ങനെയല്ല. അപ്പോൾ എനിക്ക് അത് ഇന്ത്യക്കാരുടെ ഒരു ഇന്ത്യൻ കൾച്ചറുള്ള നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യണം. നമുക്ക് ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം ഉപദ്രവം വരിക എന്നുള്ള നല്ലവനായ അജ്ഞാതനാണ്, പാവം ക്രൂരൻ എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ ചെയ്യുന്നത് ഇത് വലിയ ശല്യമായപ്പോഴാണ് ISIയും മിലിറ്ററി ഇൻ്റലിജൻസും ചേർന്നിട്ട് ഈ അജ്ഞാതനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അവർ പറയുന്നത് അവരുടെ അന്വേഷണത്തിൻ്റെ ഫലം, റിസൾട്ട് ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്നതായിരുന്നു. അവർ പറയുന്നു, അവർ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ, ഇത് റോയാണ് ഇതിൻ്റെ പിന്നിൽ. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള റോയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ അജ്ഞാതന്മാരെ വിന്യസിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അവർ ഹയർ ചെയ്തിരിക്കുന്നത്, വാടകയ്ക്കെടുത്തിരിക്കുന്നത്, വാചകം ശ്രദ്ധിക്കണം, വാടകയ്ക്കെടുത്തിരിക്കുന്നത് പാകിസ്ഥാനികളെയും അഫ്ഗാനികളെയുമാണ്. താലിബാൻ സർക്കാരും ഇന്ത്യയും തമ്മിലുള്ള നല്ല ബന്ധം ഇതിനവർ ഉപയോഗിക്കുന്നുണ്ട്. ഇവർക്ക് കാബൂൾ വഴി, അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമായ കാബൂൾ വഴി ഇന്ത്യ ആയുധവും പണവും കൊടുക്കുന്നുണ്ട്. ഇതേ ആരോപണം, ഇതേ വാചകം ബലൂചിസ്ഥാനുകളുടെ കാര്യത്തിലും പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. താലിബാനെ കൂട്ടുപിടിച്ച് അഫ്ഗാനിസ്ഥാൻ വഴി കാബൂൾ എംബസിയിലൂടെ ആയുധവും പണവും അഫ്ഗാൻ അതിർത്തി വഴി കൊടുത്തിട്ടാണ് ബലൂജികൾക്ക് ആയുധം കൊടുക്കുന്നതെന്ന് പാകിസ്ഥാൻ്റെ ഒരു തിയറിയുണ്ട്. അതേ തിയറി പറയുകയാണ് അങ്ങനെ പണവും കൊടുത്തിട്ട് പാകിസ്ഥാനികളെയും അഫ്ഗാനികളെയും ഉപയോഗിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു മിലിറ്ററി ഓപ്പറേഷനിലൂടെ ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്ന ശത്രുക്കളെ ചൊല്ലുന്നത് ഭയങ്കര എക്സ്പെൻസാണ്. അതിന് പകരം ഇവർക്ക് നീ ഒരുത്തനെ തട്ടിയാൽ നിനക്കൊരു 5 ലക്ഷം രൂപ തരാമെന്ന് പറയുന്നു. 5 ലക്ഷം ഇന്ത്യൻ രൂപ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ രൂപയായിട്ട് ചുരുങ്ങുമ്പോൾ 10 ലക്ഷം രൂപ എടുത്ത് വരും. അവരെ സംബന്ധിച്ച് വലിയ തുകയാണ്. അങ്ങനെയുള്ള തുക കൊടുത്ത്, ബ്രൈബ് കൊടുത്ത് ആളുകളെ, പാകിസ്ഥാനികളെ തന്നെ ഇന്ത്യ വശത്താക്കുന്നുണ്ട്. അതിനുവേണ്ടി ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഇന്ത്യ പറയുന്ന തരത്തിൽ പാകിസ്ഥാനകത്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന പാകിസ്ഥാനികളായ ആളുകളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കും.
നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് അവരോട് പറയും, കുറച്ച് ആളുടെ ലിസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ ഇവരെ നിരീക്ഷിക്കണം. അവർ ആദ്യം പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യണ്ട, ഇവരെ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെയാണ് പോകുന്നത്, അപ്പോൾ ആ വിവരങ്ങൾ നിങ്ങൾ ശേഖരിച്ച് കൈമാറണം. ആർക്കെന്ന് പറയുന്നില്ല, ബന്ധപ്പെട്ട ആളുകൾക്ക്. അത് നേരെ ഇന്ത്യൻ ഏജൻറ്റുമാർക്ക്, റോയുടെ ഏജൻറ്റുമാർക്കായിരിക്കും പോകുന്നത്. അവർക്ക് കൈമാറുക എന്ന് പറയും. അങ്ങനെ കൃത്യമായി ഇവരുടെ നിരന്തരം ഇവർ പോകുന്ന റൂട്ടും സ്ഥലങ്ങളും ഒക്കെ സ്കെച്ച് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഇവരോട് പറയുന്നു, അവനെ തട്ടാവോ, തട്ടിയാൽ നിനക്ക് ഇത്ര രൂപ തരാം, നിനക്ക് തട്ടിക്കഴിഞ്ഞാൽ നിനക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സംവിധാനവും തരാം എന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന ആൾ, നീ തട്ടിക്കഴിഞ്ഞാൽ നിനക്കൊരു 10 ലക്ഷം രൂപ തരും, നീ അവിടെ നിന്ന് നിന്നെ നേരെ കൊണ്ടുവന്ന് അഫ്ഗാനിസ്ഥാനിൽ കടത്താം, അല്ലെ നിന്നെ BLO ബലൂചിസ്ഥാനിലേക്ക് വിട്ടാക്കാം, നീ സേഫായി. ബലൂചിസ്ഥാനിലും ഖൈബർ പക്തൂൺ മേഖലയിലും പാകിസ്ഥാൻ പട്ടാളത്തിന് പ്രവേശനം ഇല്ലാത്ത പ്രദേശങ്ങളാണ്. അപ്പോൾ നീ പഞ്ചാബിലോ സിന്ധിലോ ഉള്ള ഒരു ചെറുപ്പക്കാരെ ഇത്തരം ഒരു ജോലി ഏറ്റെടുത്ത് അവിടെ ഒരാളെ തട്ടാനുള്ള ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവിടെ നിനക്ക് 10 ലക്ഷം രൂപയും നിന്നെ ബലൂചിസ്ഥാനിലേക്ക് വിട്ടും. നീ അവിടെ പോയി സുഖമായിട്ട് കഴിച്ചോ. നീ വേണം അവിടെ BLO ചേർന്ന് നിനക്ക് അവിടെ പണിയും കിട്ടും, BLOയുടെ പട്ടാളക്കാരനാവും. അല്ലെങ്കിൽ ഖൈബർ പക്തൂൺഖ മേഖലയിലേക്ക് പോകും. ഈ രണ്ടിടത്തേയും പാകിസ്ഥാൻ പോലീസ് വരത്തില്ല, പാകിസ്ഥാൻ പട്ടാളം വരത്തില്ല, നിനക്ക് അവിടെ പോയി സുഖമായിട്ട് കഴിയുക. ഈ ഓഫറിൽ പാകിസ്ഥാനിലെ ചെറുപ്പക്കാർ വീഴുന്നു എന്നാണ് പാകിസ്ഥാൻ നടത്തിയ പഠനത്തിൽ കാണുന്നത്. അങ്ങനെയാണ് ഇവരെ ടാർഗറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള കാര്യം പറയും. ഇവന് ഈ പോകുന്ന ആളുകളുടെ വീക്ക്നെസ് ആണ്. ചിലർക്ക് മദ്യമായിരിക്കും, ചിലർക്ക് സ്ത്രീകളായിരിക്കും. അത്തരം ട്രാപ്പുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കൊല്ലാൻ എളുപ്പമാണ്. അങ്ങനത്തെ ട്രാപ്പുകൾ ഉണ്ടാക്കാനും ഈ നെറ്റ്വർക്ക്. അപ്പോൾ ഇന്ത്യയുടെ അസറ്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഏജൻറ്റുമാർ, ഇന്ത്യയുടെ അണ്ടർ കവർ ഏജൻറ്റുമാർ രംഗത്ത് വരാതെ പാകിസ്ഥാനികളെ, പിന്നെ പാകിസ്ഥാനിലുള്ള അഫ്ഗാനികളെ കൂടെ ഉപയോഗിച്ചിട്ടൊരു ഓപ്പറേഷൻ നടത്തുകയാണ്. നമ്മൾ ഈ ബംഗ്ലാദേശികളെ കുറിച്ചൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ പാകിസ്ഥാൻ ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്തുന്നുണ്ട്, വാക്ക് പാലിക്കുന്നുണ്ട്. അപ്പോൾ കൂടെ നിൽക്കുന്നവർ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ പറയുന്നവർ ഒരുത്തൻ തട്ടിക്കഴിഞ്ഞാൽ തട്ടിയവന് എന്താ പിന്നെ പറ്റുന്നത്, അവൻ പൈസയും കിട്ടി, അവൻ രക്ഷപ്പെട്ടു, അവൻ 1 കിലോ ഗോതമ്പ് മേടിക്കാൻ നിവൃത്തിയില്ലാത്ത നാടാണേ. അപ്പോഴാണ് 5-10 ലക്ഷം രൂപ തരാം, നിനക്ക് സുരക്ഷിതമായി താമസിക്കാനുള്ള സ്ഥലവും തരാം, നിന്നെ അവിടെ സേഫായിട്ട് എത്തിക്കാന്നുള്ള വാഗ്ദാനവും മറ്റുള്ളവൻ കാണുകയാണ്. അവൻ രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ ഇത് കൂടുതൽ അട്രാക്റ്റീവ് ആണെന്ന് കണ്ടിട്ട് അജ്ഞാതൻ്റെ സംഘത്തിൽ ആളുകൾ ചെയ്യുന്നു. പിന്നെ മറ്റൊന്നുകൂടെ പറയുന്നുണ്ട്, ഇങ്ങനെ ഇവരെ ഉപയോഗിച്ചിട്ട് ഇവരെ ചില ട്രാപ്പിൽപ്പെടുത്തും. ട്രാപ്പിൽ വന്ന് ഈ ആൾ വീണ് കഴിയുമ്പോഴത്തേക്ക് ഈ മറ്റേ ചെറുപ്പക്കാരല്ല, ഒറിജിനൽ അജ്ഞാതൻ തന്നെ എന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് പോകും. അത് ചിലപ്പം ഇന്ത്യൻ ഏജൻറ്റുമാർ തന്നെ ആയിരിക്കാം. അങ്ങനെ ഇന്ത്യൻ ഏജൻറ്റുമാർ നേരിട്ട് ഓപ്പറേഷൻ നടത്തിയ സംഭവങ്ങളും പാകിസ്ഥാനിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആളെ പിടിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ഇന്ത്യൻ ഏജൻറ്റിനെ ആരും പൊന്നുപോലെ രക്ഷിച്ചുകൊണ്ട് പോകും, ഈ ചെറുപ്പക്കാരെ കൊണ്ടുപോകും. കാരണം ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവൻ ട്രാപ്പിൽപ്പെടാതിരിക്കണം. മാത്രമല്ല അവൻ്റെ വരുമാന മാർഗ്ഗമാണ്, അവൻ്റെ കുടുംബം കഴിയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി പാകിസ്ഥാനിലുണ്ടായി വരുന്നു. പണമാണ്. ഇന്ത്യയിൽ കളിക്കുന്ന അതേ കളി പാകിസ്ഥാനിൽ കളിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ്റെ റിപ്പോർട്ട്. ഇനി തീർന്നില്ല, ഇതിന് ചില ഉദാഹരണവും പാകിസ്ഥാൻ പറയുന്നുണ്ട്. ഷാഹിദ് ലത്തീഫ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ, 20 വയസ്സേ ഉള്ളൂ. ഇവൻ അവിടുത്തെ ആമസോൺ ഇതുണ്ടല്ലോ, വെയർ ഹൗസിൽ ജോലി. ആമസോൺ ഉണ്ട്, നമ്മുടെ ആമസോൺ സാധനമൊക്കെ പിടിക്കുന്നത് പാകിസ്ഥാനിലുണ്ട്. ആമസോണിൻ്റെ വെയർ ഹൗസിൽ ജോലി ചെയ്യുകയായിരുന്നു ഈ 20 വയസ്സ് അല്ല, ഷാഹിദ് ലത്തീഫ് എന്ന് പറയുന്ന ഒരു ഭീകരവാദി, ചെറുപ്പക്കാരനല്ല. ഷാഹിദ് ലത്തീഫ് എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു പ്രധാനപ്പെട്ട കമാൻഡർ. അയാളെ കൊന്നത് 20 വയസ്സുള്ള ആമസോണിൻ്റെ വെയർ ഹൗസിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്. അവന് കൃത്യമായിട്ട് 10 ലക്ഷം രൂപ അവന് കൊടുത്തു ഇവനെ തട്ടാൻ. അവൻ ക്ലീനായിട്ട് തട്ടി അവനെ എന്നിട്ട് നേരെ ബലൂചിസ്ഥാനിലെ കട്വയിലേക്ക് കടത്തി എന്നാണ് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. 20 വയസ്സുകാരനെ വരെ ഉപയോഗപ്പെടുത്തി. 20 വയസ്സുകാരൻ ചോദിച്ചു. അവന് 20 വയസ്സുകാരന് എന്താ പറ്റി? അവന് വേറെ ഹൗസിൽ തുച്ഛമായ ശമ്പളത്തിൽ ജോലിയാണ്. ഈ ഷാഹിദ് ലത്തീഫിനെ നിരീക്ഷിക്കാൻ പറഞ്ഞു, നിരീക്ഷിച്ചു, കണ്ടുപിടിച്ചു. അവസാനം ഒരു തോക്കം കൊടുത്ത് കാച്ചിയേക്കാൻ പറഞ്ഞു. കാച്ചി കഴിഞ്ഞ് വന്നപ്പോൾ 10 ലക്ഷം രൂപയും കൊടുത്തു, വണ്ടിയെ കെട്ടി ബലൂചിസ്ഥാനിൽ കൊണ്ടുപോയി. ബലൂചിസ്ഥാൻ്റെ തലസ്ഥാനം കത്വ, ഈ പറയുന്ന പോലെ ബലൂചിസ്ഥാൻ്റെ കോട്ടയാണ്. അവിടെയാണ് ഇപ്പോൾ പുതിയ ബലൂച് സർക്കാർ അവരുടെ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. അവിടെ പോയി ഈ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടു എന്ന് പാകിസ്ഥാൻ തന്നെ പറയുന്നു. ഇനി വേറെന്ന് പറയുന്നുണ്ട്, സലീം റഹ്മാനി, മറ്റൊരു ഈ ഹിസ്ബുൾ മുജാഹിദിൻ്റെ കമാൻഡറായിരുന്നു. ഹിസ്ബുൾ മുജാഹിദീൻ കമാൻഡറായിരുന്ന സലീം റഹ്മാനിയുടെ വീട്ടിൽ ഒരു ദിവസം കള്ളം കയറി കുറേ സാധനമൊക്കെ എടുത്തുകൊണ്ട് പോയി. കള്ളം നോക്കുമ്പോഴത്തേക്ക് പോകുന്ന പൊക്കി കള്ളൻ എന്ത് ചെയ്തു, സലീം റഹ്മാനിക്കിട്ടൊരു വെടിയും കൂടെ വെച്ച് കൊടുത്തു പോയി. അപ്പോൾ പോലീസ് കേസെടുത്ത് എങ്ങനെയാണ്? വീട്ടിൽ മോഷണം,
മോഷ്ടിക്കാൻ വന്നവൻ വേറെ ആരെയും ഉപദ്രവിക്കാതെ മുറിക്കകത്ത് ഉറങ്ങിക്കിടക്കുന്ന ഈ പൊണ്ണത്തടിയനായ താടിക്കാരനായ സലീം റഹ്മാനി എന്തിനെ വെടിവെച്ചത്? അപ്പോൾ അത് പാകിസ്ഥാൻ കണക്കാക്കുന്ന അതും ഇന്ത്യ അജ്ഞാതനെ ഉപയോഗിച്ച് നടത്തിയ ഓപ്പറേഷനാണ്. അവിടെ അപ്പോൾ ആ വീട്ടിൽ ഓപ്പറേഷൻ നടത്തിയ ആരാണ്? കള്ളന്മാർ. അപ്പോൾ അജ്ഞാതൻ്റെ ശിങ്കിടിയായിട്ട് പ്രവർത്തിക്കാൻ ആരുണ്ട്? ഹൗസ് ബ്രേക്കിംഗ് നടത്തുന്ന കള്ളന്മാരുണ്ട്, പോക്കറ്റടിക്കാരുണ്ട്, പിടിച്ചുപറിക്കാർ കാണും. ഇപ്പോൾ നമ്മൾ കള്ളനാണ്, പോക്കറ്റടിക്കാരനാണ്, പിടിച്ചുപറിക്കാരനാണെന്ന് പറയുമ്പോൾ അവൻ ഒരു വിദേശ ചാര സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻ്റാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ വെച്ചിട്ടാണ് അജ്ഞാതൻ്റെ പിന്നിൽ ഇന്ത്യയാണ് എന്ന് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത്. ഏതായാലും ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ പറയുന്ന ഭീകരവാദികളായിട്ട് വലിയ ഞെളിഞ്ഞു കിടന്ന് ആൾക്കൂട്ടത്തെ കാണുമ്പോൾ അമറുകയും അലറുകയും ഇന്ത്യക്കെതിരെ വെല്ലുവിളി നടത്തുകയും ഇന്ത്യയെ പീസാക്കുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നവന്മാരൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങി മൂത്രം ഒഴിക്കാൻ പേടിയാണ്. പുറത്തിറങ്ങി മാർക്കറ്റിൽ പോകാൻ പേടി, ഷോപ്പിംഗ് മോളിൽ പോകാൻ പേടി. എവിടുന്ന് എപ്പോൾ അജ്ഞാതൻ വന്ന് തീർക്കുമെന്ന് അറിയത്തില്ല. അജ്ഞാതൻ്റെ ഭയത്തിൽ സ്വതന്ത്രമായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ റിപ്പോർട്ടിൽ, പഠന റിപ്പോർട്ടിൽ പറയുന്നതെന്ന് അറിയാമോ? വേറെ ഇപ്പോൾ നമ്മുടെ ഇവിടെ മതം നോക്കിയിട്ട് കൊന്നല്ലോ, അവിശ്വാസി പഹൽഗാമി നടന്നു. അവിശ്വാസികളാണ് ആര്? കാഫിറുകൾ. കലീമ ചൊല്ലാൻ അറിയാത്തവർ അവിശ്വാസികളാണ്, അവരെ കൊല്ലണം എന്ന് പറയുന്ന പോലെ പാകിസ്ഥാനിൽ കടുത്ത മതമൗലികവാദമുള്ള പടുത്ത ദീനികളായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്. അവരുടെ അടുത്തിട്ട് പറയുന്നത്, അവിടെ ഉണ്ടല്ലോ ഈ ഷാഹിദ് ലത്തീഫ്, നിങ്ങളുടെ ജയ്ഷെ മുഹമ്മദിൻ്റെ നേതാവല്ലേ, അവൻ്റെ പണി എന്താണ്? അവൻ 24 മണിക്കൂറും വെള്ളമാണ്, മദ്യപിക്കുന്ന ഹറാമല്ലേ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ശരിയാണല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. മദ്യം കഴിക്കാൻ എപ്പോഴാണ്? ചത്ത് മോളിൽ ചെല്ലുമ്പോൾ മദ്യപ്പുഴയുണ്ട്, അതിലെ മദ്യമേ കുടിക്കാവുള്ളൂ, ഇവിടുന്ന് കുടിക്കാൻ പാടില്ല. അപ്പോൾ അവൻ ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ അവൻ ദീനിനെതിരായിട്ടല്ലേ പ്രവർത്തിക്കുന്നത്, മതത്തിനെതിരായി. അപ്പോൾ അവൻ ഈ നേതാവായിട്ട് നിൽക്കുന്നവൻ ഇങ്ങനെ തുടങ്ങിയാൽ ബാക്കിയുള്ളവരുടെ പഴിച്ചു പോകത്തില്ലേ? നമ്മുടെ സമൂഹം മുഴുവൻ വെള്ളം അടിച്ചു തുടങ്ങിയാൽ സമൂഹം നശിച്ചു പോകത്തില്ലേ? ഇപ്പോൾ നമുക്ക് ജിഹാദ് നടത്താൻ പറ്റുമോ? ശരിയാണല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇവനെ മാതൃകയാക്കി ചെറുപ്പക്കാരെല്ലാം മദ്യപാനികളാവും. അതുകൊണ്ട് മക്കൾ പോയിട്ട് അവൻ്റെ ഒരു കീച്ചേക്ക് എന്ന് പറയുമ്പം ശരിയാണല്ലോ, മതത്തിന് വേണ്ടിയിട്ട്, എൻ്റെ മതത്തിന് വേണ്ടി. അതായത് ഈ മറ്റവൻ ഈ ഷാഹിദ് ലത്തീഫ് അവിശ്വാസിയാണ്, ദീനിയല്ല, ദീനിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ അവൻ അവിശ്വാസി ആയതുകൊണ്ട് നീ അവനെ കൊന്നേക്കെന്ന് പറഞ്ഞ് വിശ്വാസികളെ ഉപയോഗപ്പെടുത്തുന്നു. അതായത് സംഘടനയുടെ നേതാക്കന്മാർ വിശ്വാസത്തിന് വിരുദ്ധമായ ജീവിതം നയിക്കുന്നുണ്ട്, അതുകൊണ്ട് അവരെ കൊല്ലണമെന്ന് വിശ്വാസികളായ ആളുകളെ പഠിപ്പിച്ച് ഇന്ത്യയിൽ ചെയ്യുന്ന അതേ പണി നമ്മൾ തിരിച്ച് പാകിസ്ഥാനായിട്ട് ചെയ്യുന്നുണ്ട് എന്നും പാകിസ്ഥാൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ നമ്മുടെ അജ്ഞാതൻ ചില്ലറക്കാരനല്ല, അജ്ഞാതൻ്റെ ബെഡാ ബാപ്പ ഇവിടെ ഡൽഹിയിൽ ഇരിപ്പുണ്ട്, ഫ്ലൂ ബാധിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് റഷ്യക്ക് പോയിട്ടില്ല. പേരറിയാലോ? പക്ഷെ നമുക്കറിയില്ല. ബെഡാബാപ്പയുടെ പേരറിയില്ല, പേരറിയാം, അജിത് ഡോവൽ ആണല്ലേ, നമുക്കത് പറയാം. അജിത് ഡോവലിന് ഫ്ലൂ ആണ്, അതുകൊണ്ട് ഉക്രൈനിൽ പോയില്ല. അത് വാർത്തയൊക്കെ വന്നത്. ഉക്രൈനില്ല, റഷ്യയിൽ പോയില്ല. ഏതായാലും അജ്ഞാതന് സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.